എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തൊട്ട് താഴെ വരുന്നവരൊക്കെ എൻ്റെ മുൻഗാമികളായിട്ട് പോകണം, എന്നെക്കാട്ടിലും മുൻപിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ ശ്രമിച്ച കുറേ കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങൾ ബിയോണ്ട് അവരതിനപ്പുറം പോകണ്ടേ. ഇപ്പോൾ എൻ്റെ മോനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവന് സംഗീതം എന്ന് പറയുന്നത് അങ്ങനെ എനിക്കുണ്ടായിരുന്ന പോലത്തെ സംഗീതം മാത്രം എന്നുള്ളൊരു അഭിനിവേശം അവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്. ക്യാമറ അറിയാം, ആഡ് ഫിലിംസ് എടുക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ അതിനിടയിൽ അവർക്ക് സംഗീതം, കാരണം ഇന്നത്തെ തലമുറയ്ക്ക് എങ്ങനെ എന്ത് വേണോ ഫോളോ ചെയ്യാൻ പറ്റും. അവർക്ക് ഒരേ സമയം തന്നെ പല കാര്യങ്ങൾ, അവർ മൾട്ടി ടാസ്ക്ഡാണ്. അപ്പോൾ എനിക്കൊക്കെ അന്ന് പാട്ട് പറഞ്ഞു തന്നിരുന്ന കാര്യം പഠിക്കുക മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ തലമുറ അതിൽ നിന്ന് വളരെയധികം വേരിയിട്ടാണ് അവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുതിയ സിംഗേഴ്സിലെ പാട്ടുകാരെക്കുറിച്ച് ഞാൻ പറയാം. ആണുങ്ങളിലെ വിധു പ്രതാപനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നജീം അർഷദിനെ ഇഷ്ടമാണ്. വിജയ് യേശുദാസിനെ ഇഷ്ടമാണ്. മധു ബാലകൃഷ്ണനെ ഇഷ്ടമാണ്. പെൺകുട്ടികളിൽ എനിക്ക് രാജലക്ഷ്മി പുതിയ ജനറേഷനിൽ വളരെ ഇഷ്ടമാണ്. ശ്വേതയെ ഇഷ്ടമാണ്. മഞ്ജരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിംഗറാണ്. ഗായത്രി പുതിയ സിംഗറെന്ന് പറയാൻ കഴിയില്ല. ഗായത്രിയുടെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇവരൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. മലയാളം മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ പാരലായിട്ട് മ്യൂസിക് സ്ട്രീമിൽ ഒരുപാട് വർക്ക് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യം പണ്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിലും നമ്മൾ ഷുഡ് നോട്ട് ലിമിറ്റ് മൈസെൽഫ് ടു ഫിലിം അല്ല അൾട്ടിമേറ്റ് എന്നുള്ളൊരു കാര്യം എനിക്ക് പണ്ടേ അറിയായിരുന്നു. അപ്പോൾ നമ്മൾ കൽക്കട്ടയിലൊക്കെ പോയിട്ട് നമ്മൾ അവിടെ ഒരു മ്യൂസിക് ഷോപ്പിൽ പോവുകയാണെങ്കിൽ അവിടെ മ്യൂസിക് എന്ന് പറയുന്ന ഒരു ത്രൈവിങ് ഇൻഡസ്ട്രിയാണ് എന്നും. അവിടെ ഫിലിം എന്ന് പറയുന്നതിനെക്കാട്ടിലും പോപ്പുലറായിട്ടുള്ള അവർക്ക് രവീന്ദ്ര സംഗീതമുണ്ട്, അവർക്ക് അവരുടെ ഭജൻസ് ഉണ്ട്, ബൗൾ സംഗീതമുണ്ട്, ഇഷ്ടംപോലെ എന്തെല്ലാം വെറൈറ്റി ഉണ്ട്. നമ്മൾ മഹാരാഷ്ട്രയിൽ ചെന്ന് ബോംബെയിൽ ചെന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗസൽസ് ഉണ്ട്, ഗീത്ത് ഉണ്ട്, ഭജൻസ് ഉണ്ട്, ഫിലിം സോങ്സ് ഓഫ് കോഴ്സ് ബോളിവുഡ് എന്ന് പറയുന്നത് വളരെ പോപ്പുലറാണ്. തമിഴ്നാട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് അവരുടെ, പക്ഷേ കേരളത്തിൽ വരുമ്പോൾ ഇതെല്ലാം കുറഞ്ഞ് ഫിലിം മാത്രമായി പോകുന്നു. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഞാൻ അങ്ങനെ നോക്കുമ്പോൾ വെറൈറ്റി ഒരുപാട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ ഒരു സ്റ്റൈൽ ഓഫ് പാട്ടുകൾ മാത്രമേ പാടിയിട്ടുള്ളെങ്കിലും ആ സിനിമ അല്ലാത്ത ഫീൽഡുകളിൽ ഇഷ്ടം പോലെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കവിത എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വേദിയാണ്. ഞാൻ തന്നെ കവിതകൾ സെലക്ട് ചെയ്ത് എനിക്ക് ആ സാഹിത്യവും സംഗീതവുമായിട്ട് അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളെ കൊണ്ട് സംഗീതം നൽകി കണ്ടുപിടിച്ച് ഒരു പുതിയൊരാളായിരിക്കണം. പോപ്പുലറായിട്ട് അല്ലാത്ത ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിറക്കാനായിട്ട് ഞാൻ തന്നെ ഒരുപാട് ശ്രമം എടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട്. I will like to categorize myself as a popular singer into so many popular music forms, but probably following only one style of singing, as a sort of singing that appeals to the heart or not to the muscles and of course heart is a big muscle. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി എന്ന് പറയുന്നത് സിനിമ കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വായിക്കാൻ ഇഷ്ടമാണ്, വെറുതെ നടക്കാൻ ഇഷ്ടമാണ്, സ്വപ്നം കണ്ട് നടക്കാനൊക്കെ ഇഷ്ടമാണ്. പടം വരയ്ക്കാൻ എനിക്ക് തീരെ പറ്റില്ല. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. പഴയ പാട്ടുകളാണ് എനിക്കിഷ്ടം. തലത് മെഹമ്മൂദിൻ്റെയും മദൻ മോഹൻ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടിൽ മുകേഷ്, തലത് മെഹമ്മൂദ്, ഓഫ് കോഴ്സ് മുഹമ്മദ് റഫീ സാബ്, മന്നാടി, ഇവരുടെയൊക്കെ പാട്ടിലാണ് എനിക്കിഷ്ടം. രാധാകൃഷ്ണൻ ചേട്ടനോട് എനിക്ക് ഒരു ചേട്ടനെ പോലെയുള്ള പരിചയവും സ്നേഹവും രാധാകൃഷ്ണൻ ചേട്ടൻ എന്നോടുണ്ടായിരുന്നു. എനിക്ക് തിരിച്ചും അങ്ങോട്ടുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ എപ്പോഴും പറയടാ, നിനക്ക് ഞാനൊരു പാട്ട് എനിക്ക് തരാൻ പറ്റുന്നില്ലല്ലോ എന്ന് വളരെ ദുഃഖത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോഴേ ഞാൻ രാധാകൃഷ്ണനെ കളിയാക്കി പറയും, ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയും. അപ്പോൾ രാധാകൃഷ്ണൻ എൻ്റെ അടുത്ത് നീ എന്താ അങ്ങനെ പറയണേ, നീ നോക്കിയോ എന്ന് പറയും. പക്ഷേ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു. ഇപ്പോൾ മണിച്ചിത്രത്താഴിൽ എന്നെ വിളിച്ചൊരു പാട്ട് ടൈറ്റിൽ സോങ്ങിൽ പാടി, ആ പാട്ട് ഷൂട്ട് ചെയ്ത ടൈറ്റിൽ സോങ്ങിലായി. പിന്നെ മേഘസന്ദേശം എന്ന് പറഞ്ഞ് പെരുന്തച്ചൻ കഴിഞ്ഞിട്ട് അജയൻ എടുക്കുന്ന പ്രധാനപ്പെട്ട സിനിമയിൽ അന്ന് അരവിന്ദ് സ്വാമി ഹീറോ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. 2 പാട്ട് ONV സാർ എഴുതി രാഷ്ട്രീയത്തിന് വേണ്ടി ഞാൻ പാടി. അത് ഫിലിം പകുതി വഴി വെച്ച് പ്രവർത്തനം നിന്നുപോയി. പിന്നെ സംഭവിക്കുന്നത് അദ്ദേഹം ജീവനോടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത അവസാന ചിത്രത്തിലാണ്, 2008 റിലീസ് ചെയ്ത പകൽ എന്ന് പറഞ്ഞ ചിത്രത്തിലാണ്. ഇതിനിടയിൽ അദ്ദേഹത്തിന് എനിക്ക് വേണ്ടി പാട്ട് തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം, നടന്നിട്ടില്ലായിരിക്കാം. എന്തുകൊണ്ട് എനിക്ക് തന്നില്ല എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ വളരെ തമാശ രൂപത്തിൽ ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു കാഷ്വൽ ഒരു പകുതി തമാശയും, അല്ലാണ്ടത് ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ തമാശയുടെ രാഷ്ട്രീയമായിട്ട് ഞാനും മാത്രമുള്ള ഒരു തമാശ കളിയുടെ ഭാഗമായിട്ട് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് എന്നോട് പല പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിടാ, എൻ്റെ
അമ്മയുടെ വയറ്റിൽ ജനിക്കാണ്ട് പോയവനാണ് നീ. എന്നിട്ട് അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു അനുബന്ധം കൂടി ചേർത്തിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ജനിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ സ്നേഹം കാണില്ലായിരുന്നു എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എപ്പോഴും താല്പര്യം മലയാളത്തിൽ പ്രവർത്തിക്കാനാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഭാഷ മലയാളമാണ്. എനിക്ക് മനസ്സിലാക്കി പാടാൻ പറ്റിയിരിക്കുന്ന ഭാഷ മലയാളമാണ്. അപ്പോൾ ഞാൻ ഒരു കാലത്ത് ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ എല്ലാ ഭാഷയിലും പാടണമെന്നുള്ള, അതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റിയ പാട്ടിലും അതിനകത്ത് ഭാഷയിൽ ഒരുപക്ഷെ കുറവായിരിക്കും. എനിക്ക് പാടി ഫലിപ്പിക്കാൻ പറ്റുന്ന പാട്ടിലും ഒരുപക്ഷെ ഈ മലയാളത്തിൽ പോലെ എന്നെ തിരിച്ചറിഞ്ഞ് വിളിക്കുന്ന തരത്തിലുള്ള പാട്ടിൽ എനിക്ക് അവിടെ കുറവായതുകൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തി നോക്കിയിട്ടില്ല. ഓഫ്കോഴ്സ് റഹ്മാന് വേണ്ടി 1-2 പാട്ടിൽ പാടിയിട്ടുണ്ട്, രാജാ സാറിൻ്റെ പാടിയിട്ടുണ്ട്, വിദ്യാസാറിൻ്റെ ഒരു തമിഴ് പാടിയിട്ടുണ്ട്. എന്നല്ലാതെ ശരത്തിന് വേണ്ടിയിട്ട് സിന്ദൂരരേഖ തമിഴിലേക്ക് ഡബ് ചെയ്ത് പാടിയിട്ടുണ്ട്. അല്ലാതെ ഒരു വെഴ്സറ്റൈൽ ഓൾ ലാംഗ്വേജ് സിംഗറായിട്ടുള്ളൊരു പിക്ചർ എനിക്ക് തന്നെ ഇട്ടിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല. സോ ഐ എം കൺഫൈൻഡ് ടു മലയാളം. ഐ എം ഹാപ്പി വിത്ത് മലയാളം. മലയാളം തന്നെയാണ് എൻ്റെ ഭാഷ. ഞങ്ങളൊക്കെ ആദ്യകാലത്ത് പാടുന്ന ഒരു റൂമിൽ നിന്നിട്ടാണ്. ഒരു മൈക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ആകാശവാണി പാടിയിട്ടുണ്ട്. പിന്നെ ഒരു റൂമിൽ തന്നെ സുജാതയും ഞാനും ചിത്രയും ഞാനും ഒക്കെ നിന്ന് പാടിയിട്ടുണ്ട്. ഇൻസ്ട്രുമെൻ്റലിസ്റ്റിനെയൊക്കെ കാണും, എല്ലാവരും കുശലങ്ങൾ പറയും, അവരുടെ വീട്ടുകാര്യങ്ങൾ ചോദിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുമായിരുന്നു. അന്ന് പക്ഷേ മൊബൈൽ ഫോണില്ല, ലാൻഡ് ലൈൻ മാത്രമേ ഉള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ടെലഗ്രാം വന്നിട്ടുള്ള സമയമുണ്ട് സ്റ്റുഡിയോയിൽ വരാനായിട്ട് പറഞ്ഞിട്ട്. ആ കാലഘട്ടം മാറി, ടെക്നോളജി അഡ്വാൻസ്ഡായി, പലരും പല സ്ഥലങ്ങളിൽ വെച്ച് പാടുന്നു, മെയിലിൽ പാട്ടുകൾ അയച്ചു തരുന്നു, നമ്മൾ അങ്ങനെ പോയി പാടുന്നു. മ്യൂസിക് ഡയറക്ടറിനെ പോലും പലപ്പോഴും കാണുന്നില്ല. മാനുഷികമായിട്ടുള്ള ഒരു ബന്ധം അതിനിടയിൽ സഫർ ചെയ്ത് കാണും. ടെക്നോളജിക്കലി നമ്മൾ മുമ്പിലേക്ക് പോയി. സൗന്ദര്യശാസ്ത്രം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിൻ്റെ ഒരു ഇസ്തറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിറിക്സിൻ്റെ ഒരു ബ്യൂട്ടി, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ സഫർ ചെയ്ത് കാണാൻ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് ഒരു മൈക്കിൽ ഒരു റേഞ്ചിൽ ഒരിടത്ത് പാടിയിട്ട് വേറെ റേഞ്ച് അതിൻ്റെ വേറൊരു സൈഡിൽ പോയി പാടണം. അത്രയും ഇംപെർഫെക്റ്റ് ആയിരുന്നു അന്നത്തെ കാലത്തെ ടെക്നോളജി എന്ന് പറയുന്നത്. ഞാൻ ആകാശവാണിയിൽ അങ്ങനെ തന്നെയായിരുന്നു. എനിക്കിപ്പോൾ നിളാനദിയുടെ നിർമ്മല തീരം പറയുന്ന പാട്ട് പാടുന്നത് സ്റ്റുഡിയോയിൻ്റെ വാതിലിൻ്റെ വെളിയിലൊരു മൈക്ക് വെച്ചിട്ടുണ്ട്. കാരണം അതിനകത്ത് മുഴുവൻ ഓർക്കസ്ട്ര നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്റ്റുഡിയോയിൽ പാടുന്ന ആൾക്ക് സ്ഥലമില്ല. അപ്പോൾ അതൊക്കെ വേറൊരു തരത്തിൽ ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടെക്നോളജിക്കലി കുറേ അഡ്വാൻസ്ഡ് ആണ്. നമ്മളുടെ ശബ്ദം നമുക്കിപ്പോൾ പിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചെറിയ നിസ്സാര ഷാർപ്പ് ഫ്ലാറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടറിൽ ഗ്രാഫിക്കലായിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇപ്പോഴത്തെ പഴയ കാലത്തെ പല പാട്ടിലും കേൾക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ തോന്നാറുണ്ട് കുറച്ചും കൂടെ പെർഫെക്ഷനോടുകൂടി അത് പാടിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊന്നും ഒരു രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. പുതിയ 1-2 സിനിമകൾ ഇപ്പോൾ പാടിയിരിക്കുന്നത് ഫ്ലാറ്റ് നമ്പർ 4B, സ്നേഹമുള്ള ഒരാൾ കൂടെയുള്ളപ്പോൾ, ഇതൊക്കെയാണ് പാടിയിരിക്കുന്നത്. 30 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയൊരു പരിവർത്തനം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു സിനിമയ്ക്ക് കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധൻ ചിരിക്കുന്നു. ശരത്ത് എന്ന് പറയുന്ന സംവിധായകന് വേണ്ടിയിട്ട് ഒരു ഗാനമേ ഉള്ളൂ. അതിനകത്ത് പ്രഭാവർമ്മയാണ് അതിൻ്റെ വരികൾ എഴുതുന്നത്. നന്ദി പറയുന്ന വളരെ ഓർമ്മ കൃത്യമായിട്ട് വേണ്ടൊരു ചടങ്ങാണ്. ആദ്യകാലത്ത് ഒരുപാട് പേര് എനിക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്, പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമയിലേക്ക്, ഇൻഡസ്ട്രിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ, ഇൻട്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടി സഹായം ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്തെ പാട്ടുകൾ വന്ന സിനിമകൾ പലതും കമേഴ്ഷ്യലി ബോംബ് ചെയ്തപ്പോൾ അത് സഹിച്ചിരിക്കുന്ന അതിൻ്റെ പ്രൊഡ്യൂസേഴ്സുണ്ട്. നോക്കുമ്പോൾ ഇതിലെല്ലാവരെയും ഞാൻ ഈ ഒരു 30ാമത്തെ വർഷം സ്നേഹത്തോടെ സ്മരിക്കുകയാണ്. നമ്മൾ പാടി ഇങ്ങനെ പോകുമ്പോഴേ നമ്മളുടെ ഒരു ഏറ്റവും ചെറിയ ഒരു അവയവമാണ് വോക്കൽ കോർഡ്സ് എന്ന് പറയുന്നത്. ശരീരത്തിലെ പ്രോബബ്ലി വൺ ഓഫ് ദ സ്മോളസ്റ്റ് ഓർഗൻസ് ആയിരിക്കും. പലപ്പോഴും സംഭവിക്കുന്നത് ഈ വോക്കൽ കോർഡ്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പലർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ അതിനകത്തേക്ക് മാത്രം ചുരുങ്ങി പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വെളിയിലുള്ള പല കാര്യങ്ങളും അവർക്ക് അറിയില്ല, അറിയാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതലൊരു സെൽഫിഷ്നെസ് പലപ്പോഴും പാട്ടുകാർക്കിടയിൽ ഇല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാട്ടുകാർക്കിടയിൽ മാത്രമായിരിക്കില്ല, ഇത്രയും വലിയൊരു വ്യവസായത്തിൽ പെട്ടെന്ന് പ്രശസ്തിയും ധനവുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യവസായത്തിൽ, സിനിമ പോലത്തെ ഒരു വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അത് കാണാൻ വഴിയുണ്ട്. പാട്ടുകാർ കുറച്ച് കൂടുതൽ സെൽഫ് സെൻറ്റേഡ് ആവാനും വഴിയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും ഇത് വിട്ടിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഞാൻ തുടങ്ങാനുള്ളൊരു ചിന്ത തന്നെ അതുകൊണ്ടാണ്. കൂടുതൽ വോക്കൽ കോർഡ്സിൽ ചുരുങ്ങരുത്. ഇതിൻ്റെ ബിയോണ്ട് ഒരു ലോകമുണ്ട്, ആൾക്കാരുണ്ട് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. ഒന്ന്, പലപ്പോഴും നമ്മളുടെ കൂടെയുള്ളവരെ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴും, 2, ഇൻഡസ്ട്രിക്കകത്ത് നോക്കുമ്പോഴും
3 നമ്മൾക്കല്ലാതെ തന്നെ നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോഴും അവിടെയും കരുണയും സംഗീതം അല്ലാത്ത കുറേ ആവശ്യങ്ങളുണ്ടല്ലോ അവിടെ. ഒരു സ്നേഹമുള്ളൊരു വാക്കോ അല്ലെങ്കിൽ കണ്ണീരൊപ്പാനുള്ള ഒരു ശ്രമം എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അതൊക്കെ തന്നെ. തീർച്ചയായിട്ടും സംഗീതം എന്ന് പറയുന്നത് ഒരു സ്നേഹവായ്പാണ്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ സംഗീതം കരുണയാണ്, സ്നേഹമാണ്. നമ്മൾ പാടുന്നതെല്ലാം സ്നേഹമാണ്. സിനിമയിൽ പിന്നെ ഒരേ ഒരു പ്രശ്നമുള്ളൂ, എല്ലാം പ്രണയമായി പോകുന്നു എന്നുള്ളൂ. 2 പേര് തമ്മിലുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പാടുന്ന സ്നേഹം നമ്മുടെ ഉള്ളിലും കൂടെ കുറച്ച് വേണം, അല്ലേ? ഈ നമ്മൾ പാടുന്നത് പ്രതിഫലിപ്പിക്കുന്ന, മനുഷ്യരോട് പാടി പറയാൻ ശ്രമിക്കുന്ന ഈ ഒരു സമഭാവനയും ഒക്കെ പാട്ടുകാർക്ക് അവരുടെ ഉള്ളിലും വേണം. ഞാൻ അതുകൊണ്ട് ഈ റിയാലിറ്റി ഷോയിൽ കുട്ടികളോട് പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം, കടിച്ച് കീറുന്ന എന്ത് പാടാൻ സാധിക്കുന്ന ഒരു പാട്ടുകാരനോ പാട്ടുകാരിയോ ആയിക്കോളൂ, ആവണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അതല്ലെങ്കിലും ആവറേജായിട്ട് പാടുന്ന, മറ്റുള്ളവരോട് സ്നേഹമുള്ള, മറ്റുള്ളവരെ അപമാനിക്കാത്ത ഒരു വ്യക്തിയായി തീരുക. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അവരോടുള്ള ഒരു അഡ്വൈസ്.